أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما. صدق الله مولانا العظيم. من احتكر الطعام 40 يوما فقد برئ من الله وبرئ الله منه. صدق رسوله الأمين. الحمد لله حمدا دائما أبدا والحمد لله ثم الحمد لله. الحمد لله رب العالمين على ما كان يلهمني. الحمد لله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇസ്ലാമിക വീക്ഷണത്തിലുള്ള സമ്പത്തിൻ്റെ സമാഹരണവും വിനിയോഗവുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മേലേ ആഴ്ചയും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, നാം പണം സമ്പാദിക്കുന്ന മാർഗം നല്ലതാകണം, ക്ലിയറാകണം, ശരിയാകണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ ലാഭവും യഥാർത്ഥ വിജയവും യഥാർത്ഥ സമാധാനവും നമുക്ക് ലഭിക്കുകയുള്ളൂ. വളഞ്ഞ വഴിയിലൂടെ, അള്ളാഹു വിലക്കിയ മാർഗങ്ങളിലൂടെ, ഹറാമായ രൂപങ്ങളിലൂടെ സമ്പത്ത് സ്വരൂപിച്ച് അതുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അതിൻ്റെ തിക്തഫലം ഈ ലോകത്ത് വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും. മരണാനന്തരം പരലോകത്ത് വേറെയും. ഈ ദുരനുഭവം ഹറാമ് സമ്പാദിച്ച് വീട്ടിലേക്ക് പണവും ഭക്ഷണവും കൊണ്ടുവരുന്ന കുടുംബനാഥൻ മാത്രമല്ല അനുഭവിക്കേണ്ടി വരിക. നിഷിദ്ധമായ പണം അത് ഉപയോഗപ്പെടുത്തി ആഹാരം കഴിച്ചവർ, അതുകൊണ്ട് ജീവിച്ചവർ, ആ ഹറാം വയറ്റിലായവർ, ബ്ലഡിൽ കലർന്നവർ എല്ലാവരും ഈ ദുരന്തത്തിന്റെ ഇരകളായി മാറുക തന്നെ ചെയ്യും. അല്ലാഹു കാക്കട്ടെ. നമ്മുടെ കരുത്ത് എന്താണ് വാസ്തവത്തിൽ? നമ്മുടെ വിജയം എവിടെയാണ്? നമ്മുടെ സമാധാനം എവിടെന്നാണ്? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള കാരുണ്യം കൊണ്ടും ആ പടച്ച തമ്പുരാൻ നമുക്ക് ഇറക്കിത്തരുന്ന ബറക്കത്ത് കൊണ്ടുമാണ് നമ്മുടെ കരുത്ത്. ഈ ബറക്കത്തും അള്ളാഹുവിന്റെ അനുഗ്രഹവും അവൻ എടുത്തു മാറ്റിയാൽ പിന്നെ കഷ്ടമാകും. അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ബറക്കത്തും അവൻ എടുത്തു മാറ്റാൻ കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, അള്ളാഹുവിന്റെ റഹ്മത്ത് തടയപ്പെടാൻ, ബറക്കത്ത് തടയപ്പെടാനുള്ള പ്രധാന കാരണം ഹറാമിന്റെ ഉപയോഗമാണ്. ഒരു മുഅ്മിൻ, ഒരു മുസൽമാൻ എങ്ങനെ തൊഴിൽ ചെയ്യണം, എങ്ങനെ കച്ചവടം ചെയ്യണം എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെ തൊഴിലിനിറങ്ങണം, എങ്ങനെ കച്ചവടം ചെയ്യണം. ആ നിയമം പാലിച്ചാലുള്ള നേട്ടങ്ങൾ എന്ത്, ആ നിയമം ലംഘിച്ചാലുള്ള അപകടം എന്ത്,
വിശദമായി അള്ളാഹു പറഞ്ഞുതരാം. സൂറത്തു നിസാഇന്റെ 29, 30, 31 ആയത്തുകളിലൂടെ അള്ളാഹു ഈ കാര്യമാണ് ഉണർത്തുന്നത്. എന്ത്? എങ്ങനെയാണ് തൊഴിലിനിറങ്ങേണ്ടത്, എങ്ങനെയാണ് കച്ചവടത്തിനിറങ്ങേണ്ടത്, ഇതനുസരിച്ചാൽ എന്താ നേട്ടം, ഇത് ധിക്കരിച്ചാൽ എന്താണ് കോട്ടം, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദമായി പറയാം ഈ 3 ആയത്തുകളിലൂടെ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിം മിൻകും വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമാ. നിർദ്ദേശം, എങ്ങനെ തൊഴിലിന് പോകണം, എങ്ങനെ കച്ചവടം ചെയ്യണം എന്നുള്ള നിർദ്ദേശം. ഇതനുസരിച്ചില്ലെങ്കിൽ വമൻ യഫ്അൽ ദാലിക ഉദ്വാനൻ വളുൽമാ ഫസൗഫ നുസ്ലീഹി നാറാ വകാന ദാലിക അലല്ലാഹി യസീറാ. ഇത് താക്കീത്. ഇനി ഓഫർ, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻ നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. 3 കാര്യവും പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, തെറ്റായ നിലക്ക് പണം സമ്പാദിച്ച് നിങ്ങൾ തിന്നരുതേ. അള്ളാഹു പറഞ്ഞുതരാണ്. ഇതൊരു ഇമാമിന്റെ വാക്കല്ല, പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനാണ്. അല്ലയോ സത്യവിശ്വാസികളെ, തെറ്റായ മാർഗത്തിൽ പണം സമ്പാദിച്ച ആ പണം കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, ആ ധനം കൊണ്ട് നിങ്ങൾ ജീവിക്കരുതേ. തുടർന്ന് ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിം മിൻകും, നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ട് നടത്തുന്ന ഇടപാടുകളിലൂടെ മാത്രമേ സമ്പാദിക്കാവൂ. നിങ്ങൾ അന്യോന്യം പൊരുത്തപ്പെട്ട് നടത്തുന്ന ഇടപാടുകളിലൂടെ മാത്രമേ പണം സമ്പാദിക്കാവൂ. കച്ചവടമാണെങ്കിൽ വിൽക്കുന്ന ആൾക്ക് സന്തോഷം, മേടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കും സന്തോഷം. ഏതോ ഒരു ഭാഗത്തൊരു അസ്വസ്ഥത, വിറ്റ ആൾക്ക് പ്രതീക്ഷിച്ച അത്ര വില കിട്ടിയില്ല, സാധനം ചരക്ക് പോയി, പറയപ്പെട്ട വില മേടിച്ചെടുത്തും ചെയ്തു, മനസ്സിനൊരു വേദന, പ്രതീക്ഷിച്ച അത്ര വില ആയില്ലല്ലോ, റാഹത്തുണ്ടാവില്ല ആ കച്ചവടം. വിറ്റ സമയത്ത് മേടിച്ച ആ ചരക്ക് ഏറ്റെടുത്ത് പണം കൊടുത്ത് മേടിച്ച വ്യക്തിക്ക് വീട്ടിൽ കൊണ്ടുപോയി നോക്കുമ്പോ നമ്മൾ കരുതിയ ആ ഒരു റേഞ്ചിൽ ചരക്കില്ല, സാധനമല്ല, അല്ലെങ്കിൽ വില ഇച്ചിരി കൂടിപ്പോയി, അസ്വസ്ഥത. ഇത് പാടില്ല. ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിം മിൻകും, അന്യോന്യം തൃപ്തി വേണം, സമ്മതം വേണം, 2 പേർക്കും വേണം. അങ്ങനെ കച്ചവടം ഇടപാട് നടത്താവൂ. ഈ തൊഴിലിടങ്ങളിൽ അങ്ങനെ തന്നെ. തൊഴിലെടുപ്പിച്ച മുതലാളി വേതനം തൊഴിലാളിക്ക് കൊടുത്ത നേരത്ത് തോട്ടം നോക്കി, തൊഴിലാളി ചെയ്ത തൊഴിലിന്റെ ഭാഗം നോക്കി, പക്ക ക്ലിയർ, അവൻ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മുതലാളിക്ക് റാഹത്ത്. കൂലി മേടിച്ചു പോയിച്ച തൊഴിലാളിയോ അങ്ങേര് ആ പറഞ്ഞ സമയം ജോലി ചെയ്തപ്പോ കൃത്യമായിട്ട് തൊഴിലിനുള്ള വേതനം തന്നു. 2 ഭാഗത്തും സന്തോഷം. ഏതോ ഒരു ഭാഗത്ത് തട്ടിപ്പുണ്ടെങ്കിൽ മറുഭാഗത്ത് സംതൃപ്തി ഉണ്ടാവില്ല. ഒരു ഭാഗത്ത് തട്ടിപ്പുണ്ടെങ്കിൽ മറുഭാഗത്തിന് സംതൃപ്തി ഉണ്ടാവില്ല. ആ പണിക്ക് നിൽക്കരുതേ. ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിം മിൻകും. തുടർന്ന് അല്ലാഹു പറയുന്നതാണ് ഗൗരവം. വലാ തഖ്തുലൂ അൻഫുസകും
നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ കൊന്നുകളയരുതേ. ഇതിപ്പോ ഈ കച്ചവട ഇടപാടും പറയുന്നിടത്ത് എന്താ ആത്മഹത്യ പറഞ്ഞത്? ആത്മഹത്യയല്ല ഇത്. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ വധിച്ചു കളയരുതേ എന്ന് വെച്ചാൽ ഇടപാടുകളിൽ, കച്ചവടങ്ങളിൽ, തൊഴിലിടങ്ങളിൽ ചെയ്യുന്ന ക്രമക്കേട് ആത്മഹത്യാപരമാണ്. കച്ചവടത്തിൽ ചെയ്യുന്ന തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും പലിശയും സ്വന്തത്തെ കൊല്ലുന്നതിന് തുല്യമാണ്. പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ അറുത്ത് കൊല്ലരുത് എന്ന് വെച്ചാൽ നിങ്ങളുടെ തൊഴിലിലും കച്ചവടങ്ങളിലും ചെയ്യുന്ന ക്രമക്കേട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ തന്നെ ഹനിക്കുന്നതിന്, കൊല്ലുന്നതിന് തുല്യമാണ്. ഇന്നല്ലാഹ കാന ബികും റഹീമാ, തീർച്ചയായിട്ടും അല്ലാഹു നിങ്ങളോട് അങ്ങേയറ്റം കരുണയുള്ളവനാണ്. അവന്റെ ആ കാരുണ്യം നിങ്ങളോട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഉപദേശം നൽകുന്നത്. അള്ളാഹ് പറയാണ്, ഇതൊന്നും നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ട് പറയല്ല. ഇടപാട് ചെയ്യുമ്പോൾ രണ്ടു പക്ഷത്തും സന്തോഷവും സംതൃപ്തി ഉണ്ടാവുക, അവിടെ ഒന്നും ഒരു നിലക്കുള്ള ചീറ്റിങ്ങും നടക്കാതിരിക്കുക. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കരുണാമയനായ അള്ളാഹുവിന് നിങ്ങളോട് കരുണയുള്ളത് കൊണ്ടാണ്. അവന്റെ ആ കാരുണ്യം ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. അടുത്ത ആയത്ത്, നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ അള്ളാഹ് പറഞ്ഞല്ലോ ഖുർആനില്, ഇതൊക്കെ കേട്ടിട്ടും നിങ്ങൾ ഇതിനെ പുച്ഛിച്ചു തള്ളിയാൽ, നിങ്ങൾ ഇതിനെ അവഗണിച്ചാൽ, വമൻ യഫ്അൽ ദാലിക ഉദ്വാനൻ വളുൽമാ, ഇത്രയൊക്കെ കേട്ടിട്ടും, എത്രയൊക്കെ കേട്ടിട്ട്, തൊഴിലിലും കച്ചവടത്തിലും സത്യസന്ധത വേണം എന്ന് കേട്ടിട്ട് അത് പുച്ഛിച്ച് അവഗണിച്ച് തള്ളിക്കൊണ്ട് അക്രമവും അധർമ്മവും ഈ രംഗത്താരെങ്കിലും ചെയ്താൽ, വമൻ യഫ്അൽ ദാലിക, തൊഴിലിടങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങളിൽ അക്രമവും അനീതിയും ആരെങ്കിലും കാണിച്ചാൽ, ഫസൗഫ നുസ്ലിഹി നാറ, അത്തരക്കാരെ നരകത്തിലിട്ട് വേവിച്ചെടുക്കുക തന്നെ ചെയ്യും. പിറകെ ഫസൗഫ നുസ്ലിഹി നാറ, അത്തരക്കാരെ നരകത്തിലിട്ട് പൊരിച്ചെടുക്കുക തന്നെ ചെയ്യും. വകാന ദാലിക അലല്ലാഹി യസീറ, അല്ലാഹുക്ക് ഇത് സിമ്പിളാ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ധിക്കാരം കാണിച്ചവനെ പൊരിക്കാൻ അല്ലാഹുക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. വകാന ദാലിക അലല്ലാഹി യസീറ, അല്ലാഹുക്ക് ഇത് വളരെ സിമ്പിൾ ആയിരിക്കും. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻ, ഈ വിധി, ഈ പ്രഖ്യാപനം, ഈ നിർദ്ദേശം കേട്ടുകൊണ്ട് ഗുരുതരമായ അച്ചടക്ക ലംഘനം, ഗുരുതരമായ ഹറാമുകൾ, സാമ്പത്തിക മേഖലകളിലുള്ള ഹറാമ് നിങ്ങൾ വർജിക്കാൻ, ഉപേക്ഷിക്കാൻ, മാറ്റിവെക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് രണ്ട് ഓഫറുകൾ. അരുതെന്ന് നിങ്ങളോട് വിലക്ക് വന്ന പലിശ, അരുതെന്ന് നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ച ചതി, വഞ്ചന, വെട്ടിപ്പ്, തട്ടിപ്പ്, നിങ്ങളത് ഉപേക്ഷിച്ചാൽ, മാറ്റിവെച്ചാൽ രണ്ട് ഓഫർ. നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. നിങ്ങൾ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റാൻ തയ്യാറായാൽ, ഏത് സ്വഭാവം? ഈ പൈസ ഉണ്ടാക്കുന്നിടത്ത് വേറുള്ളവരെ ഉപദ്രവിച്ച് അടങ്ങാറാക്കി ചൂഷണം ചെയ്യുന്ന ഇത്തരത്തിൽ സാമ്പത്തിക മേഖലകളിലുള്ള ഹറാമ്, വലിയ ഹറാമ്, പലിശ പോലത്തെ മറ്റു ഹറാമുകളും നിങ്ങളൊന്ന് ഒഴിവാക്കാൻ തയ്യാറായാൽ, നുകഫിർ അൻകും സയ്യിആതികും, മറ്റു കുറ്റങ്ങളൊക്കെ ഞാൻ മാപ്പാക്കി തരാം. അല്ലാഹു മനുഷ്യനാണെങ്കിൽ അറിഞ്ഞു അറിയാതെയും വീഴ്ചകള് മാലപ്പടക്കം പോലെ വരുമല്ലോ, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് മാപ്പാക്കി തരാം. നിങ്ങൾ ഈ പലിശ ഇടപാടുന്ന് മാറ്, നിങ്ങൾ ഈ തട്ടിപ്പ് ഒഴിവാക്ക്, ചൂഷണം ഒഴിവാക്ക്, അതുപോലെ തന്നെ ചതി ഒഴിവാക്കിയാൽ നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളെ മറ്റു പാപങ്ങൾ, മുഫസ്സിറുകൾ ചെറുപാപങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹ് ചെറുത് വലുതെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങളെ മറ്റു പാപങ്ങൾ
ചെറുപാപങ്ങൾ ഏതായാലും പൊറുക്കപ്പെടും, ഞാൻ മാപ്പാക്കി തരും. തീർന്നില്ല. വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ, ആദരണീയമായ ഒരു പാർപ്പിടത്തിൽ നിങ്ങളെ നാം പാർപ്പിക്കുക തന്നെ ചെയ്യും. കരീമായ ഒരു മുദ്ഖല്, ആദരണീയമായ ഒരു പ്രവേശന ഇടം, ആ പ്രവേശന ഇടത്തിലേക്ക് നിങ്ങളെ ഞാൻ കയറ്റി താമസിപ്പിക്കും. എന്ന് വെച്ചാൽ നിങ്ങളെ വീട് കരീമായ വീടാകും, അള്ളാഹുവിന്റെ ആദരവിന്റെ വീടാകും. നിങ്ങളെ ഖബറ് കറാമത്തുള്ള ഖബറാകും. നമ്മുടെ മഹ്ശറ കറാമത്തിന്റെ അള്ളാഹുവിന്റെ ഔദാര്യം പ്രവഹിക്കുന്ന ഇടമാകും. അവസാനം കരീമായ സ്വർഗവും കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനാണ് ഞാൻ ഈ വിശദീകരിച്ചത്. എന്താണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞത്? ധനസമ്പാദന മേഖലകളിൽ അക്രമവും അധർമ്മവും പാടില്ല, കച്ചവട ഇടങ്ങളിൽ അക്രമം പാടില്ല. എന്തൊക്കെയാണ് കച്ചവടത്തിലുള്ള അക്രമം? നമുക്ക് അത് ഓരോന്നൊന്ന് പരിശോധിക്കാം. കച്ചവടത്തിൽ എന്തൊക്കെ കാര്യം, ഏതൊക്കെ കാര്യം അക്രമമാകും? മഹാന്മാരായ ഇമാമുകൾ പറയുന്നു, 2 നിലക്കുള്ള അക്രമം കച്ചവടത്തിലുണ്ട്. ഒന്ന് ളുൽമുൻ ആം, മൊത്തത്തിൽ അക്രമം, പൊതുജനങ്ങൾക്കൊക്കെ ശല്യമാകുന്ന അക്രമം കച്ചവടക്കാരിൽ നിന്നുണ്ടാകും. ഒന്ന്. മറ്റൊന്ന് ളുൽമുൻ ഖാസുൻ, പ്രത്യേകിച്ച് കസ്റ്റമർക്ക് ഉണ്ടാകുന്ന ഉപദ്രവം, കസ്റ്റമേഴ്സിന് മാത്രം ഉണ്ടാകുന്ന സ്പെഷ്യൽ ഉപദ്രവം. 2 ഉപദ്രവമുണ്ട്. അതിൽ ളുൽമുൻ ആം, മൊത്തത്തിൽ കോമൺ ആയിട്ടുള്ള മാനവ മക്കൾക്ക്, മനുഷ്യരാശിക്ക് തന്നെ ഉപദ്രവമായി വരുന്ന ളുൽമ്, അക്രമം. അത് തന്നെ കുറെ ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാണ് അൽ ഇഹ്തികാറു, പൂഴ്ത്തിവെപ്പ്. പൂഴ്ത്തിവെക്കുക, ചരക്ക് പൂഴ്ത്തിവെക്കുക. മനുഷ്യന്റെ ജീവിതത്തിന് അത്യാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ പോലത്തെ അത്യാവശ്യ ജീവിതത്തിന് വേണ്ടുന്ന ചരക്കുകൾ ക്ഷാമമുള്ള സമയത്ത്, ടൈറ്റുള്ള സമയത്ത്, ചരക്ക് കുറഞ്ഞ സമയത്ത് കരിഞ്ചന്തയിൽ വിൽക്കാൻ, കൊള്ളലാഭം കൊയ്യാൻ വേണ്ടി പൂഴ്ത്തി വെക്കുക. ഇത് ളുൽമുൻ ആം, മാനവ മക്കൾക്കൊക്കെ ഏൽക്കുന്ന പൊതു ഉപദ്രവമാണ്. വസാഹിബുഹു മദ്മൂമുൻ ഫി ശർഇ, ഒരു മുസൽമാൻ ഈ പണി ചെയ്താൽ, ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന് പ്രധാനമായി ആവശ്യമുള്ള ചരക്കുകൾ ക്ഷാമമുള്ള സമയത്ത് കൊള്ള ലാഭത്തിന് വിൽക്കാൻ വേണ്ടി പൂഴ്ത്തിവെച്ചാൽ, വസാഹിബുഹു, ആ മനുഷ്യൻ മദ്മൂമുൻ ഫി ശർഇ, ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അവൻ ആക്ഷേപാർഹനും കുറ്റവാളിയും ശിക്ഷാർഹനുമാണ്. അങ്ങനെ അവൻ ലാഭം ഉണ്ടാക്കിയാൽ അത് ലാഭാകൂല, നഷ്ടാകും. ഇതിപ്പോ ഈ പലചരക്ക് കടക്കാരൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്. ഇപ്പൊ അങ്ങനെ ഇല്ല, നാളെ ഉണ്ടാകാമല്ലോ. ആന്ധ്രയിലും തമിഴ്നാട്ടിലും കൃഷി മേഖലകളിലൊക്കെ ഒരു വരൾച്ചയും മഴ കിട്ടാതെയൊക്കെ വന്നാൽ ഇങ്ങോട്ട് അരിവരവ് നിന്നാൽ എന്താവും? ഇതൊക്കെ പൂർവികർ കുറെ അനുഭവിച്ചതാ. ദാരിദ്ര്യത്തിന്റെ കാലം, അടിയന്തരാവസ്ഥ. അന്നൊക്കെ അരി വിൽപ്പന, കരിഞ്ചന്തയിലൊക്കെ വിൽപ്പന നടത്തിയതൊക്കെ കാരണവന്മാർ പറഞ്ഞു. ഈ അവസ്ഥ വന്നാലോ? ഒന്നും വേണ്ട, നമ്മുടെ പ്രളയം വന്ന സമയത്ത്, കടകളൊക്കെ കുറെ മുങ്ങിയ സമയത്ത്, ഒറ്റപ്പെട്ട സ്ഥലത്തൊക്കെ അരിക്കൊക്കെ വില കൂട്ടിയ, അതുപോലെ പെട്രോൾ ഡീസലിനൊക്കെ വില കൂട്ടിയ സംഭവം. ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നവർ പൂഴ്ത്തിവെപ്പ് നടത്തൽ ഗുരുതരമായ അപരാധമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ആ പണി ചെയ്താൽ ആ മനുഷ്യന്റെ ദീനിലുള്ള സീറ്റെവിടെ? മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മനിഹ്തകറ ത്വആമ 40 യൗമ. ഒരാൾ ഭക്ഷ്യവസ്തു പൂഴ്ത്തിവെച്ചു. എന്തിന്? കരിഞ്ചന്തയിൽ വിൽക്കാൻ, കൊള്ളലാഭം കൊയ്യാൻ പൂഴ്ത്തിവെച്ചു. 40 യൗമ, ഒരു 40 ദിവസം, 1.5 മാസം. അത് തഹദീദൻ അല്ല, തഖരീബൻ, കുറച്ച് കൂടുതൽ ദിവസം പൂഴ്ത്തിവെച്ചാൽ, സുമ്മ തസദ്ദഖ ബിഹി ലം തകുൻ സദഖതുഹു കഫാറതൻ ലിഇഹ്തികാരിഹി. പൂഴ്ത്തിവെപ്പ് നടത്തിയിട്ട് വമ്പൻ ലാഭത്തിൽ വിറ്റു. അപ്പൊ ഏതോ ഒരു കേസറ്റില്, അല്ലെങ്കിൽ യൂട്യൂബിൽ, അല്ലെങ്കിൽ ഒരു ഉസ്താദിന്റെ ഫത്വയിലൂടെ കേട്ടു, ഇത് ഭയങ്കര കുറ്റാണ്. പഠിച്ചോനെ, ഞാൻ ചെയ്തത് ഇത്ര വലിയ കുറ്റാണോ? ഇയാൾ എന്ത് ചെയ്തു? ആ മൂലധനവും ലാഭവും, പൂഴ്ത്തി വെച്ചുണ്ടാക്കിയ ലാഭവും മൂലധനവും മൊത്തം സ്വതക്ക ചെയ്താലും
ലൻ തകുൻ സദഖതുഹു കഫാറത്തൻ ലിഇഹ്തികാരിഹി. ഇവൻ ഈ പൂഴ്ത്തിവെപ്പ് നടത്തിയ കുറ്റത്തിനുള്ള പ്രായശ്ചിത്തം മൊത്തം ദാനം ചെയ്താലും ആവുകയില്ല, ആ കുറ്റത്തിൽ നിന്ന് അവന് റിലീസ് ആകാനാവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞേ? പൂഴ്ത്തിവെപ്പ് നടത്തിയിട്ട് ലാഭം ഉണ്ടാക്കിയിട്ട് പിന്നെ കുറ്റബോധം വന്നിട്ട് ആ മൂലധനവും ലാഭവും മൊത്തം സ്വതക്ക ചെയ്താലും ലം തകുൻ സ്വതഖതുഹു, ആ സ്വതക്ക ആവൂല, കഫാറത്തൻ പരിഹാരമാകൂല, പ്രായശ്ചിത്തമാകൂല, ലിഇഹ്തികാരിഹി പൂഴ്ത്തിവെപ്പ് നേരത്തെ നടത്തിയതിന് പരിഹാരാവൂല. ഇമാം അഹ്മദ് റഹിമഹുല്ല മുസ്നദിൽ ഉദ്ധരിച്ചിരിക്കുന്ന മറ്റൊരു ഹദീസ്, മൻ ഇഹ്തകറ ത്വആം, ഒരാൾ ഭക്ഷ്യവസ്തു പൂഴ്ത്തി വെച്ചു ലാഭം ഉണ്ടാക്കാൻ, ആ പണി ചെയ്താൽ ഫഖദ് ബരിഅ മിനല്ലാഹ്, ഫഖദ് ബരിഅ മിനല്ലാഹ്, ആ വ്യക്തി അല്ലാഹുവിൽ നിന്ന് ഒഴിവായി. പടച്ചവനെ ആ വ്യക്തി ഒഴിവാക്കി, പടച്ച തമ്പുരാനെ ആ മനുഷ്യനെ ഒഴിവാക്കി. വബരി അല്ലാഹു മിൻഹു, അല്ലാഹു ആ മനുഷ്യനെ ഒഴിവാക്കി. ആദ്യം ആ വ്യക്തി അള്ളാഹിനെ ഒഴിവാക്കി, തുടർന്ന് അള്ളാഹു ആ വ്യക്തിയെ ഒഴിവാക്കി. പടച്ചവനുമായിട്ടുള്ള കണക്ഷൻ എല്ലാം മുറിഞ്ഞുപോയി. ഇതിന്റെ ഗൗരവം ആലോചിച്ച് നോക്ക്. ഭക്ഷണ വസ്തുവിനൊക്കെ ടൈറ്റ് വരുമ്പോൾ അത് വല്ല സ്റ്റോക്ക് ചെയ്തിട്ട് കസ്റ്റമർ വന്നിട്ട് ഇവിടെ അരി ഉണ്ടോ ഗോതമ്പുണ്ടോ, ഇല്ല, സാധനം അവിടെ ഇരിപ്പുണ്ട്, ഇല്ല, എന്തിനല്ല, ഇരട്ടി ലാഭം കിട്ടും. ഈ പണി ചെയ്താൽ ഈ വ്യക്തി അള്ളാഹുവിനെ ഒഴിവാക്കി, അള്ളാഹു ഈ വ്യക്തിയെയും ഒഴിവാക്കിയിട്ടുണ്ട്. മഹാന്മാര് പറയുന്നുണ്ട്, പൂഴ്ത്തിവെപ്പ് നടത്തുന്ന വ്യക്തി ഫക അന്നമാ ഖതലന്നാസ ജമിയ, നാട്ടുകാരെ മൊത്തം കൂട്ടക്കൊല ചെയ്യുന്നവനെ പോലെയാണ്. ഒരർത്ഥത്തിൽ കൊല്ലാകൊലല്ലേ, കൂട്ടക്കൊല നടത്തിയ കുറ്റം പോലെയാണ്. അലിയാര് തങ്ങൾ പറയുന്നുണ്ട്, മനിഹത്തഖറ ത്വആമ ഖസാ ഖൽബുഹു, ഈ പണി ചെയ്യുന്ന കച്ചവടക്കാരന്റെ ഹൃദയം പാറ പോലെ കടുത്തു പോകും, ഈമാൻ ആ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. നേരെ മറിച്ച് പലചരക്ക് കച്ചവടം ചെയ്യുന്ന, അരിക്കച്ചവടം ചെയ്യുന്ന, പച്ചക്കറി കച്ചവടം ചെയ്യുന്ന, ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കച്ചവടക്കാരറിയുക, ഓരോ ദിവസത്തെയും മാർക്കറ്റ് വിലയനുസരിച്ച് ഒന്നും കൂടുതൽ വില ലഭിക്കാൻ വേണ്ടി മാറ്റിവെക്കാതെ ദൈനംദിനമുള്ള മാർക്കറ്റ് അനുസരിച്ച് മര്യാദക്ക് കച്ചവടം നടത്തുകയാണെങ്കിൽ ആ കച്ചവടം കേവലം കച്ചവടമല്ല, സ്വതക്കയാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്ത് അരിക്കച്ചവടം, ഗോതമ്പ് കച്ചവടം, ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുമ്പോൾ പർച്ചേസ് ചെയ്യുന്നു, അന്നത്തെ മാർക്കറ്റ് നാളെ കഴിഞ്ഞ് വരെ വെയിറ്റ് ചെയ്ത് അച്ചിരി ലാഭം അങ്ങോട്ടൊന്നും നോക്കിയില്ല, അന്നത്തെ വില അനുസരിച്ച് ഇങ്ങനെ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ കച്ചവടം കേവലം കച്ചവടമല്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, മൻ ജലബ ത്വആമൻ, ഒരാൾ ഭക്ഷ്യ വസ്തുക്കളായ ചരക്കുകൾ പർച്ചേസ് ചെയ്തു. എന്ത് ഭക്ഷണ സാധനം മാർക്കറ്റിൽ മൊത്ത വിതരണ കേന്ദ്രത്തിൽ പോയി മേടിച്ചു, ഫബാഅഹു ബിസിഇരി യൗമിഹി, അന്നത്തെ മാർക്കറ്റ് അനുസരിച്ച് ആ മനുഷ്യനത് കച്ചവടം ചെയ്തു. അരി, ധാന്യങ്ങൾ ഒക്കെ കച്ചവടം ചെയ്തു, മസാലകൾ ഒക്കെ കച്ചവടം ചെയ്തു. ഫകഅന്നമാ തസദ്ദഖ ബിഹി, എങ്കിൽ ആ സത്യസന്ധനായ കച്ചവടക്കാരൻ കച്ചവടമല്ല നടത്തിയത്, ഫകഅന്നമാ തസദ്ദഖ ബിഹി, ഒരു 5 കിലോ അരിയാണ് കസ്റ്റമർക്ക് വില മേടിച്ചു കൊടുത്തതെങ്കിലും ആ 5 കിലോ അരി സ്വതക്ക ചെയ്ത, ദാനം ചെയ്ത പുണ്യം ആ കച്ചവടക്കാരനുണ്ടെന്ന് റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ, അപ്പൊ എത്ര വലിയ നേട്ടാണത്. ഭക്ഷണം വിൽക്കുന്ന ആള് മര്യാദക്ക് കച്ചവടം ചെയ്താൽ വൈകുന്നേരം എത്ര രൂപന്റെ കച്ചവടം നടന്നു, അത്ര രൂപ സ്വതക്ക ചെയ്ത പുണ്യം ആ വ്യക്തിക്ക് കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമ്മുടെ പൂർവികർ, മുൻഗാമികൾക്കൊക്കെ ഇതിൽ വളരെ കണിശതയത്, വളരെ ജാഗ്രതയത്. സലഫു സാലിഹുകളിൽപ്പെട്ട ഒരു മഹാജ്ഞാനി, മഹാപണ്ഡിതൻ, വലിയ ബിസിനസ്സുകാരനായിരുന്നു, ഗോതമ്പ് കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം ഇമാം ഗസാലി റഹിമഹുല്ല ഇഹ്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വലിയ ഗോതമ്പ് കച്ചവടക്കാരനായ മഹാജ്ഞാനി, മുൻഗാമികളിൽപ്പെട്ട, നമ്മുടെ മാതൃകാ പുരുഷന്മാരിൽപ്പെട്ട. വാസിത്ത് എന്ന നാട്ടിൽ നിന്ന് ഇറാഖിലെ ബസറ തുറമുഖത്തേക്ക് ഒരു ചരക്ക് കപ്പൽ നിറയെ ഗോതമ്പ് കയറ്റി അയക്കുക. ഈ മഹാൻ വലിയ ഗോതമ്പ് കച്ചവടക്കാരനാണ്. ഒരു ചരക്ക് കപ്പൽ നിറയെ ഗോതമ്പ് കയറ്റിയിട്ട്
എങ്ങട്ടാ വിടുന്നത്? ഇറാഖിലെ ബസറ തുറമുഖത്തേക്കാ വിടുന്നത്. അന്ന് ഇറാഖിലെ ബസറയിൽ നല്ല ഭക്ഷ്യക്ഷാമമുണ്ട്, മഴ കുറവ്, അവിടുത്തെ കൃഷിയൊക്കെ കരിഞ്ഞുണങ്ങി, വല്ലാത്തൊരു പ്രതിസന്ധി ബസറയിലുള്ള സമയമാണ്. വാസിത്ത് എന്ന നാട്ടിൽ നിന്ന് കപ്പലൊക്കെ ലോഡ് ചെയ്ത് എല്ലാം ക്ലിയർ ആക്കിയപ്പോ കപ്പലിലെ മെയിൻ കച്ചവടക്കാരനായ തൊഴിലാളിയോട് ഈ മഹാത്മാവ് പറഞ്ഞു, ചങ്ങാതി, ബസറ തുറമുഖത്ത് നമ്മുടെ കപ്പൽ നങ്കൂരമിട്ടാൽ ഉടനെ ചരക്കിറക്കണം, ഉടനെ നാട്ടുകാർക്ക് അപ്പത്തെ വില വെച്ച് കൊടുക്കണം, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഈ മഹാൻ മെയിൻ തൊഴിലാളിക്ക് നിർദ്ദേശം നൽകി. വാസിത്ത് എന്ന നാട്ടിൽ നിന്ന് ഈ പായ്ക്കപ്പൽ നിറയെ ഗോതമ്പുമായി വന്ന് 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 ബസറ തുറമുഖത്ത് നങ്കൂരമിട്ടു. അപ്പോഴേക്ക് ബസറയിലെ ധാന്യ കച്ചവടക്കാർ ഓടിച്ചെന്നിട്ട് മെയിൻ തൊഴിലാളിയോട് പറഞ്ഞു, ചങ്ങാതി, ഒരാഴ്ച, 1 വീക്ക്, ഒരാഴ്ച വെയിറ്റ് ചെയ്താൽ 3 ഇരട്ടി വില കിട്ടും. ഇപ്പം ഇറക്കിയാൽ തന്നെ നല്ല വില ഉണ്ട്, കാരണം ഭക്ഷണത്തിന് ക്ഷാമമുള്ള സമയമാണ്. ഒരാഴ്ച വെയിറ്റ് ചെയ്താൽ 3 ഇരട്ടി വില കിട്ടും. ഇയാൾക്ക് തോന്നി, ഒരു 7 ദിവസമല്ലേ, മുതലാളി ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും മുതലാളിക്കും മെച്ചാണ്, എനിക്കും മെച്ചാണ്. ഇദ്ദേഹം ഒരാഴ്ച അതവിടെ പൂഴ്ത്തി വെച്ചു. കപ്പലിൽ നിന്ന് തന്നെ ഇറക്കിയില്ല, ഒരാഴ്ച നങ്കൂരം വിട്ട അവസ്ഥയിൽ അവിടെ വെച്ച്. ഒരാഴ്ച കഴിഞ്ഞ് വിറ്റപ്പോ ഇരട്ടി ലാഭം കിട്ടി. ഈ വിവരം ജ്ഞാനിയായ മഹാനായ ആ ഗോതമ്പ് കച്ചവടക്കാരനായ ജ്ഞാനിക്ക് വിവരം അറിയിച്ചു, കത്തെഴുതിയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഞാൻ നിങ്ങൾ പറയും പോലെ വിൽക്കാൻ കരുതിയ, പക്ഷേ ഈ കച്ചവടക്കാർ മൊത്തം എല്ലാവരും കരാവർക്കും വില കൂടിയ ഏജന്റുമാർക്കൊക്കെ കിട്ടുമല്ലോ എന്റെ മെച്ചം. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ ആ ജ്ഞാനിയുടെ കത്ത്, എടാ, ഞാൻ പറഞ്ഞ നിർദ്ദേശം നീ അനുസരിച്ചില്ല. നമ്മുടെ ലക്ഷ്യം ദീനിന് പരിക്ക് പറ്റാത്ത ലാഭമാണ്. ദീനിന് പരിക്ക് പറ്റാത്ത ലാഭമാണ് നമ്മുടെ മുഖ്യ അജണ്ട. ദീന് ഡാമേജ് ആയിക്കൊണ്ടുള്ള കൊള്ള ലാഭം നമ്മുടെ ലക്ഷ്യമേ അല്ല. നീ ചെയ്തത് വെരി റോങ്, വളരെ തെറ്റായ കാര്യം. ഞാൻ നിന്നോട് പറഞ്ഞിട്ടും ധിക്കാരമല്ല നീ ചെയ്തത്. അതുകൊണ്ട് എന്റെ ഈ എഴുത്ത് കിട്ടിയാൽ ഉടനെ മൊത്തം ആ കപ്പലിലുള്ള മുഴുവൻ ഗോതമ്പും ബസറയിലെ പാവപ്പെട്ട ദരിദ്രന്മാർക്ക് സ്വതക്ക ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ ഇത് വിറ്റല്ലോ, കൊള്ളലാഭത്തിന് വിറ്റല്ലോ. ഇനി അതിന്റെ മൂലധനവും ലാഭവും ഇരട്ടിയുള്ള ലാഭവും മുഴുവൻ ആ തുക ബസറയിലെ പാവപ്പെട്ടവർക്ക് കൊടുത്തേക്കുക. എനിക്ക് 10 പൈസ വേണ്ട. ഇങ്ങനെയെങ്കിലും ഈ കുറ്റത്തിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തിയാലോ. ബോധപൂർവമാണ് ഞാൻ ഈ ചെയ്തതെങ്കിൽ സ്വതക്കൊണ്ട് രക്ഷപ്പെടൂല എന്ന് തിരുനബി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനിതില് നിരപരാധിയാണ്, നീ ആ കുറ്റവാളി. അതുകൊണ്ട് എനിക്ക് അള്ളാന്റെ മുന്നിൽ കുറ്റവാളിയാകാൻ പറ്റൂല. മൊത്തം ആ തുക മൊത്തം പാവപ്പെട്ട ദരിദ്രർക്ക് കൊടുത്തേക്കുക. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ ശ്രദ്ധിക്കുക. ഭക്ഷണ വസ്തുക്കൾ, അത്യാവശ്യ വസ്തുക്കൾ പൊതുജനങ്ങൾക്ക് പ്രയാസകരമാകുന്ന വിധത്തിൽ പൂഴ്ത്തിവെക്കൽ ഹറാമാണ് ഇസ്ലാമിൽ. എന്നാൽ സാധനത്തിനൊരു ടൈറ്റും ഇല്ല. അരിയും ഗോതമ്പും കമ്പോളത്തിൽ സുലഭമാണ്. മാത്രല്ല ചീപ്പ് റേറ്റ്. കർഷകർക്ക് മുടക്ക് മുതൽ പോലും കിട്ടൂല. അങ്ങനെ ഉണ്ടല്ലോ, കപ്പ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ആ കൂലി ചെലവ് പോലും കിട്ടൂല. ഇവിടൊക്കെ ഇപ്പോ പണ്ടൊക്കെ എൻ്റെ വല്യാപ്പൊക്കെ ഉള്ള കാലത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കുറച്ച് വയല്, അവിടെയൊക്കെ നെൽകൃഷി ചെയ്തിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇപ്പൊ ഈ സമീപകാലത്തൊക്കെ ചെയ്ത് നോക്കുമ്പോൾ 1 കിലോ നെല്ല് മേടിച്ചാല് വലിയ കുഴപ്പമുണ്ടാവില്ല. കാരണം കമ്പോള വിലയേക്കാൾ ഇരട്ടി വില അതിന്റെ വിളവിനാവുകയാണ്. അതുകൊണ്ടാണ് കൃഷിയിൽ നിന്ന് എല്ലാവരും ഒഴിവായത്. ഈ വയലൊക്കെ നികത്തി മണ്ണിട്ട് നികത്താൻ കാരണം എന്താ? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സപ്പോർട്ടില്ല, കർഷകരെ ഇടങ്ങാറാകുക. അങ്ങനെ നോക്കുമ്പോ ചരക്കിന് ഒട്ടും വിലല്ല, അരിക്ക് ഒട്ടും വിലല്ല, ഭക്ഷ്യവസ്തുവിന് ഒട്ടും വിലല്ല. നാട്ടില് സാധനത്തിനൊരു ടൈറ്റും ഇല്ല, ഇഷ്ടം പോലെ സുലഭമാണ്. അത്തരം സാഹചര്യങ്ങളിൽ ന്യായമായ വില കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് വിരോധമല്ല. നാട്ടില് ക്ഷാമമില്ല, ചരക്കിനാണെങ്കിൽ വളരെ ചീപ്പ് റേറ്റ്, വളരെ വില കുറവ്, ഒരു ന്യായമായ വില കിട്ടുന്നത് വരെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഏതായിരുന്നാലും പ്രിയപ്പെട്ട കച്ചവടക്കാരെ, ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടക്കാർ നല്ല ജാഗ്രത വേണം. മറ്റു വണ്ടി കച്ചവടം, ഭൂമി കച്ചവടം പോലെയല്ല, ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നിടത്ത് നടക്കുന്ന ക്രമക്കേടുകൾ ഗുരുതരമായ കുറ്റമായി മാറും. നേരത്തെ കേട്ടില്ലേ, മനുഷ്യരാശിയെ കൊന്നു തള്ളുന്നതിന് തുല്യം എന്നൊക്കെ. ഹദീസിൽ എന്താ പറഞ്ഞ? അള്ളാഹുവായിട്ടുള്ള ബന്ധം തന്നെ മുറിഞ്ഞു പോകുന്നുള്ള ഈ ഇത്തരത്തിലുള്ള താക്കീതുകൾ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കച്ചവടക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്.
ഇതുകൊണ്ട് മഹാന്മാരായ താബിഈങ്ങളിൽപ്പെട്ട മഹാനായ ഒരു താബിഈ മകനോട് വസിയത്ത് പറഞ്ഞു, പൊന്നും മോനെ, 2 കച്ചവടത്തിനും 2 തൊഴിലിനും പൊന്നും മോൻ പോകരുത്. 2 തരം കച്ചവടത്തിനും 2 തൊഴിലിനും പൊന്നുമോനെ പോകണ്ട. എന്തേ, കള്ളച്ചവടാണത്? അല്ല. പെണ്ണച്ചവടാണത്? അല്ല. ഹലാലായ കച്ചവടം തന്നെ. മോനെ, 2 തരം കച്ചവടത്തിനും 2 തരം തൊഴിലിനും എൻ്റെ മോൻ പോകണ്ട. ഏതാണ് അത് കച്ചവടം? ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പന. കാരണം ഭക്ഷണ വസ്തുക്കൾ വിൽക്കുന്ന കച്ചവടക്കാരന് ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നത് ഇഷ്ടമായിരിക്കും. ഇഷ്ടംപോലെ മാർക്കറ്റിലെ സാധനം വിലയാണെങ്കിൽ തീരല്ല, ഇഷ്ടം ഉണ്ടാവില്ല. വില കൂടുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെ തെക്കുവയില്ലാത്ത അവസ്ഥയിൽ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുക എന്നുള്ളത് അപകടമാണ്. അതുകൊണ്ട് ഭക്ഷണ വിൽപ്പന സൂക്ഷിക്കണം. രണ്ടാമത്തേത് കഫൻ തുണി വിൽപ്പന, ശവപ്പെട്ടി വിൽപ്പന. ഈ കച്ചവടക്കാര് ബർക്കത്തിന് വേണ്ടി ദ്വാരുന്നാല് എന്തിനുള്ള ദ്വയാണത്? ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് എണ്ണം കാഞ്ഞു പോയാലല്ലേ അവർക്ക് കച്ചവടം നടക്കുള്ളൂ. അപ്പോ മയ്യത്തിനെ സംസ്കരിക്കാൻ ആവശ്യമുള്ള കർപ്പൂരം, അത് പുന്തിരിക്കം, പരുത്തി, കഫൻ തുണികൾ, ഇത് വിൽക്കുന്ന പണി. കാരണം കൂടുതൽ മരണം നടക്കാൻ സ്വാഭാവികമായിട്ട് കച്ചവടം ഒന്ന് ഉഷാറാക്കാനുള്ള കൊതി വന്നാൽ മോശമാണ്. 2 തൊഴിലായിട്ട് ആ മഹാനായ താബി പറഞ്ഞത് ആഭരണ നിർമ്മാണം. അത് ജനങ്ങളെ ദൂർത്തിലേക്കും അതുപോലെ തന്നെ ഭൗതിക പ്രേമത്തിലേക്കും നയിക്കും. 2ാമത്തെ തൊഴിൽ കശാപ്പ് ജോലി. കശാപ്പ് ജോലി ഹറാമൊന്നുമല്ല, വേറൊരു പണി അറിയാത്ത ആൾക്ക് അത് ചെയ്യാവുന്നതാണ്, കുറ്റമൊന്നുമില്ല. മര്യാദക്ക് ചെയ്താൽ അതിനും കൂലിയും കിട്ടും. പക്ഷേ അത് യുക്സിൽ ഖൽബ, മനസ്സിനെ കടുത്തതാക്കും. കാരണം ഇതിന് കശാപ്പന്നല്ല പണി, എപ്പോഴും ബ്ലഡും ഇറച്ചിയിട്ടുള്ള ഇടപാടാണല്ലോ. അതുകൊണ്ട് പൊതുവെ മനസ്സിനെ ഒന്ന് കാഠിന്യമുള്ളതാക്കും എന്നതുകൊണ്ട് മറ്റു മാർഗങ്ങളില്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് മഹാനായ താബിഈ മകനെ ഉപദേശിച്ചത് ചരിത്രത്തിൽ കാണാം. ഇന്നിപ്പോ നമ്മൾ പറഞ്ഞത് അൽ ഇഹ്തികാർ, പൂഴ്ത്തിവെപ്പ്, കൊള്ള ലാഭത്തിന് വേണ്ടിയുള്ള പൂഴ്ത്തിവെപ്പ്. ഇനി മറ്റു കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. സന്ദർഭോചിതമായി ഒരു കാര്യം, ഇസ്ലാമിലെ 5 കാര്യങ്ങളിൽ പറയപ്പെട്ട എല്ലാ ഇബാദത്തുകളും റമദാനിൽ നടക്കൂല. ഹജ്ജ് നടക്കുമോ? റമദാനിൽ നടക്കൂല. നിസ്കാരം നടക്കുന്നുണ്ട്, സ്പെഷ്യലായ പെരുന്നാൾ നിസ്കാരം നടക്കുന്നുണ്ട്, നോമ്പ് നടക്കുന്നുണ്ട് ഈ 10 ദിവസത്തിൽ, അറഫാ നോമ്പ്, പുണ്യമേറിയ നോമ്പ്. സക്കാത്ത് അല്ലെങ്കിലും സ്വതക്ക നടക്കുന്നുണ്ട്, ബലിമൃഗത്തിന്റെ മാംസം സ്വതക്ക ചെയ്യുന്നുണ്ട്, ഹജ്ജും ഉംറയും നടക്കുന്നുണ്ട്. ഇബാദത്തിന്റെ ഉമ്മഹാത്ത്, മാതാക്കളെല്ലാരും സംഗമിക്കുന്ന പുണ്യദിനങ്ങൾ. മഹാന്മാരായ ഇമാമുകളിൽ പലരും റമദാനിന്റെ ഒടുവിലത്തെ 10-നേക്കാൾ മഹത്വം ഈ 10-നാണെന്ന് പറഞ്ഞവരുണ്ട്. ആ 10-ന് തുല്യമായ മഹത്വം ഏതായാലുമുണ്ട് എന്ന് പറഞ്ഞ ഇമാമികളുമുണ്ട്. എന്ത്? റമദാനിന്റെ അവസാനത്തെ 10-ന്റെ മഹത്വത്തെ പോലും അതിജയിക്കുന്ന, അതിനേക്കാൾ മഹത്വമേറിയ ദിനങ്ങളാണ് ഈ 10 ദിനങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ട ഇമാമിങ്ങളുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പരമാവധി നന്മകളിൽ വ്യാപൃതരായി തസ്ബീഹ്, അദ്കാർ, തക്ബീറുകളിൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകേണ്ട ദിവസങ്ങളാണ്. മാത്രമല്ല, ഈ ദുൽഹിജ്ജ പിറന്ന് ബലിയറുക്കാൻ ഉദ്ദേശിച്ചവർ ബലികർമ്മം നടത്തുന്നത് വരെ ബോഡി വേസ്റ്റുകൾ, ശരീരത്തിലെ നഖങ്ങളും മുടികളും മറ്റു രോമങ്ങളും നീക്കാതിരിക്കൽ സുന്നത്താണ്. ബലി നിയത്താക്കിയ ആളുകൾ ഇന്നത്തെ അസ്തമാനത്തിന് മുമ്പ് തന്നെ മുടിയൊക്കെ പോയി വെട്ടി നഖമൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലാവരും റെഡിയാകുക. പിന്നെ ബലികർമ്മത്തിന് ശേഷമാണ് അത് ചെയ്യൽ. ഇടയ്ക്ക് ചെയ്താൽ ഉസ്താദെ ബാത്തിലാകുന്നില്ല, ഉത്തമം അത് ചെയ്യാതിരിക്കുക. ഒരർത്ഥത്തിലുള്ള നമുക്ക് അലൗഡായ സന്യാസമാണ് ഇതൊക്കെ. അതുപോലെ ദുൽഹിജ്ജ പിറന്നത് മുതൽ പെരുന്നാൾ ദിവസം വരെ 10 വരെയുള്ള ദിവസങ്ങളിൽ ആടുകളെ, മാടുകളെ, ബലിമൃഗങ്ങളെ കണ്ടാൽ, അവകളുടെ ശബ്ദം കേട്ടാൽ തക്ബീർ ചൊല്ലുക. അത് 3 തക്ബീർ അല്ല, ഒറ്റ തക്ബീർ. ഒരു പോത്തിനെ കണ്ടാൽ അല്ലെങ്കിൽ ആടിനെ കണ്ടാൽ അവകളുടെ ശബ്ദം കേട്ടാൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അത് വേണ്ട. നമ്മൾ സാധാരണ 3 തക്ബീർ അത് വേണ്ട, അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഇത്രയും കാര്യങ്ങൾ അവസരോചിതമായി ഉണർത്തിയതാണ്. ഇനി മറ്റു കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് സംസാരിക്കാം.